ഇന്ന് തൊഴിലാളി ദിനം ആഘോഷിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറോടാണ്. തൊഴിലാളികൾക്ക് വേണ്ടി നിരവധി നിയമനിർമ്മാണങ്ങളാണ് ബാബാ സാഹേബ് അംബേദ്കർ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. കേവലമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും പണിമുടക്കുകളും മാത്രം അല്ല, മറിച്ച് അതിനപ്പുറത്ത് തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി, അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അതിശക്തമായി പോരാടിയ ഉജ്ജ്വലനായ ഒരു വിപ്ലവകാരിയാണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ബോധിസത്വ ഡോക്ടർ ബാബാ സാഹേബ് ഭീമറാവു റാംജി അംബേദ്കർ. തൊഴിലാളികൾ സമരം ചെയ്യുന്നത് കുറ്റകരമാക്കിക്കൊണ്ട് നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിരായിക്കൊണ്ട് പതിനായിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ആ നിലയിൽ തൊഴിലാളികളെ വലിയ നിലയിൽ ഉത്ബുദ്ധരാക്കുവാൻ രംഗത്ത് വരികയും ചെയ്ത മഹാനാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ. കാംകർ മെയ്ഡ് എന്ന് പറയുന്ന സ്ഥലത്ത് പതിനായിരക്കണക്കിന് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വലിയ തൊഴിലാളി സമ്മേളനം അംബേദ്കർ നടത്തിയിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം കർഷകരുടെയും തൊഴിലാളികളുടെയും കരങ്ങളിലേക്കാണ് പോകേണ്ടത് എന്ന നിലയിൽ ബാബാ സാഹേബ് അംബേദ്കർ 1938 നടന്ന കർഷക സമ്മേളനത്തിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. 1942 അദ്ദേഹം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗമായിരുന്നപ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് തൊഴിൽ വകുപ്പായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1942 തന്നെ തൊഴിൽ സമയം 14 മണിക്കൂറിൽ നിന്ന് 8 മണിക്കൂറാക്കി ചുരുക്കിയത് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ പരിശ്രമ ഫലമായിട്ടാണ്. തൊഴിൽ പ്രശ്നം പരിഹരിക്കാൻ അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കണമെന്നും ആവശ്യപ്പെടുകയും തൊഴിലാളികളുടെ പ്രതിനിധികൾ, തൊഴിൽ ദാതാവ്, ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ എന്നിങ്ങനെ സമ്മിശ്രമായ നിലയിൽ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഈ അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കാൻ എന്ന് ബാബാ സാഹേബ് അംബേദ്കർ ആവശ്യപ്പെട്ടു. 1943 നവംബർ മാസം 8-ാം തീയതി ട്രേഡ് യൂണിയൻ ഭേദഗതി ബിൽ അവതരിപ്പിച്ചു. തൊഴിലാളി യൂണിയനെ തൊഴിൽ ദാതാവ് അംഗീകരിക്കണം എന്ന് പറയുന്ന വ്യവസ്ഥിതി അദ്ദേഹം കൊണ്ടുവന്നു. ആ നിലയിൽ ട്രേഡ് യൂണിയൻ സംബന്ധമായി തന്നെ ട്രേഡ് യൂണിയനെ തൊഴിൽ ദാതാവും ഗവൺമെൻറ്റും അംഗീകരിക്കുന്ന നിലയിലേക്കുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുവാൻ ബാബാ സാഹേബ് അംബേദ്കർ മുന്നോട്ട് വന്നു. ഇതിനെ തുടർന്നാണ് തൊഴിലാളി യൂണിയനുകൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. നോക്കൂ, ലോകത്താദ്യമായി തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയായ ESI അത് നടപ്പിലാക്കിയത് ഇന്ത്യയിലാണ്. ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത് ഡോക്ടർ അംബേദ്കറാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ ഇൻഷുറൻസും മെഡിക്കൽ ലീവ് ബെനിഫിറ്റും അപകട ഇൻഷുറൻസും ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത്. 1944 ഫാക്ടറീസ് ആക്ട് ഭേദഗതി ചെയ്തത്. ഇതിലൂടെ തൊഴിലാളികൾക്ക് ഏൺഡ് ലീവ്, അവധി ദിനത്തിൽ തന്നെ വേതനം നൽകുന്ന സംവിധാനം, 7 ദിവസത്തെ അവധി എന്നിവ ഇതിലൂടെയാണ് ലഭിക്കുന്നത്. 1944 ഖനി തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ബാബാ സാഹേബ് അംബേദ്കർ ബിൽ അവതരിപ്പിക്കുന്നത്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ ആരംഭിച്ചത് അംബേദ്കറുടെ നിർദ്ദേശത്തെ തുടർന്നാണ്. 1942 നവംബർ 28-ാം തീയതി തൊഴിലാളികൾക്കെതിരെയുള്ള ചൂഷണം ഒഴിവാക്കാൻ മിനിമം കൂലി നിയമം അദ്ദേഹം കൊണ്ടുവന്നു. ഇതൊന്നും ഒരുപക്ഷെ ഇന്ത്യയിലെ തൊഴിലാളികൾക്കോ അവർ നേതൃത്വം കൊടുക്കുന്ന അത്തരം തൊഴിലാളികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ട്രേഡ് യൂണിയൻ സംവിധാനങ്ങൾക്കോ ട്രേഡ് യൂണിയൻ നേതൃത്വത്തിനോ ഒരുപക്ഷെ ഇന്ന് മനസ്സിലാവാതിരിക്കുകയും മനസ്സിലാവുന്നവർ അതിനെ സംബന്ധിച്ച് നിശബ്ദത പാലിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കൾക്കും ഇതിനെല്ലാം തുടക്കക്കാരനായതും ഇതിനെല്ലാം കാരണക്കാരനായതും അംബേദ്കറാണ് എന്ന വസ്തുത അംഗീകരിക്കാൻ അവർക്ക് മടിയാണ്. നോക്കൂ, ഖനികളിലെ സ്ത്രീ തൊഴിലാളികൾക്കായി അംബേദ്കർ പ്രസവാനുകൂല്യ പദ്ധതി അദ്ദേഹം നിർദ്ദേശിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു. സ്ത്രീകൾക്ക് തൊഴിലാളി ക്ഷേമ ഫണ്ട് നടപ്പിലാക്കിയത്
അംബേദ്കറാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി തൊഴിൽ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയതും കൊണ്ടുവന്നതും ഡോക്ടർ അംബേദ്കറാണ്. തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന് പറയുന്ന നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയതും കൊണ്ടുവന്നതും ഡോക്ടർ അംബേദ്കറാണ്. എല്ലാ സ്ത്രീ തൊഴിലാളികൾക്കും പ്രസവാനുകൂല്യം കൊണ്ടുവന്നത് അംബേദ്കറാണ്. അതുപോലെ തന്നെ 1944 നവംബറിൽ വേതനം നൽകൽ നിയമം ഭേദഗതി ബിൽ അവതരിപ്പിച്ചു. ഇതിലൂടെ 7 ദിവസം പൂർത്തിയാക്കുമ്പോൾ തന്നെ വേതനം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തു. അതുപോലെ തന്നെ യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്ന തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകുന്ന ബില്ല് അവതരിപ്പിച്ചത് ഡോക്ടർ അംബേദ്കറാണ്. ലേബർ മെമ്പറായിരിക്കെ തന്നെ 400 അടി താഴ്ചയിലുള്ള തൊഴിലാളികളുടെ അവർ അനുഭവിക്കുന്ന വേദനകൾ, ദുരിതങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നേരിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അംബേദ്കർ 400 അടിയോളം താഴ്ചയുള്ള ഖനികളിലേക്ക് ഇറങ്ങി ആ 400 അടി താഴ്ചയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളോടൊപ്പം അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ തൊഴിലിടത്തിൽ അവരുടെ അടുത്ത് ചെന്നിട്ട് അവരുമായി സംസാരിച്ചുകൊണ്ടാണ് ഖനി തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ബാബാ സാഹേബ് അംബേദ്കർ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും. ഈ നിലയിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഔത്സുക്യം കാണിച്ച മറ്റൊരു നേതാവുണ്ടോ എന്ന് സംശയമാണ്. അതുപോലെ തന്നെ സമരം ചെയ്യുന്നത് കുറ്റകൃത്യമാക്കി സർക്കാർ നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ലീഗൽ സ്ട്രൈക്ക് ആക്ട് അദ്ദേഹം അംബേദ്കർ നടപ്പിലാക്കുവാൻ മുൻകൈയെടുത്തു. അതുപോലെ തന്നെയാണ് 1944 കൽക്കരി ഖനി തൊഴിലാളി ക്ഷേമ ഓർഡിനൻസ് നടപ്പിലാക്കിയത്. ഇതിലൂടെ ഖനി തൊഴിലാളികൾക്ക് സുരക്ഷിതമായ പാർപ്പിടം, ജലവിതരണം, അലക്കാനുള്ള സൗകര്യം, കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം, അതുപോലെ തന്നെ പോഷകാഹാരം ലഭ്യമാക്കൽ തുടങ്ങിയ നിരവധി ക്ഷേമ പദ്ധതികളാണ് നടപ്പിലാക്കപ്പെട്ടത്. ഇന്ത്യയിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത് ഡോക്ടർ അംബേദ്കറുടെ നിർദ്ദേശത്തെ തുടർന്നാണ്. ലേബർ കമ്മീഷൻ രൂപീകരിക്കുവാനും അംബേദ്കറാണ് മുൻകൈയെടുത്തത്. എന്നാൽ ഇന്ത്യയിൽ ട്രേഡ് യൂണിയൻ സംവിധാനങ്ങൾ ഉണ്ടാക്കി തൊഴിലാളി വർഗ സർവാധിപത്യവും തൊഴിലാളി വർഗ വിപ്ലവവും പറഞ്ഞു നടക്കുന്ന രാജ്യത്തെ തൊഴിലാളി വർഗ നേതാക്കന്മാരും വിപ്ലവകാരികളും അംബേദ്കറെ ബോധപൂർവം മറച്ചു പിടിക്കുവാനും ബോധപൂർവം തമസ്കരിക്കുവാനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് ഉയർത്തിക്കൊണ്ടുവരാനും വരുന്ന പരിശ്രമങ്ങൾ നടത്താതെയും ഇരിക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് ഇന്ത്യയിലെ പൊതുസമൂഹം, വിശേഷിച്ചും സമൂഹത്തിൽ പതിതരാക്കപ്പെട്ടവർ അംബേദ്കറെ ഇന്ന് വായിക്കുവാനും സ്വതന്ത്രമായ നിലയിൽ ഉൾക്കൊള്ളുവാനും അംബേദ്കർ ചെയ്തിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുവാനും ആ മനസ്സിലാക്കലിൻ്റെ അടിസ്ഥാനത്തിൽ അംബേദ്കറെ ഉൾക്കൊള്ളുവാനും ഇന്ന് തയ്യാറായിട്ടുണ്ട്. ഇന്ത്യയിൽ നടന്നത് തൊഴിലാളികളെ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും മാറ്റി അവരുടെ കേവലം കൂലി വർധനവിനോ കേവലം ബോണസിനോ അലവൻസിനോ വേണ്ടി മാത്രം ചെയ്യുന്ന ജാഥ തൊഴിലാളികൾ കൂടിയാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ഇന്ത്യയിൽ ട്രേഡ് യൂണിയൻ സംവിധാനങ്ങളെല്ലാം, മനുവാദികളാൽ നേതൃത്വം നൽകുന്ന ഈ ട്രേഡ് യൂണിയൻ സംവിധാനങ്ങളെല്ലാം നടപ്പിലാക്കി പോന്നത്. ഈ സ്ഥിതിവിശേഷം ഇന്ന് മാറാൻ പോവുകയാണ്. ഇനി യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ ഡോക്ടർ അംബേദ്കറെ ഇന്ന് തൊഴിലാളികൾ വായിക്കുവാനും മനസ്സിലാക്കുവാനും തുടങ്ങി എന്നുള്ളത് വളരെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന സംഗതിയാണ്. ആ നിലയിൽ ഇന്ന് ഈ തൊഴിലാളി ദിനത്തിൽ ഇന്ത്യയിലെ തൊഴിലാളി സമൂഹം ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ബാബാ സാഹേബ് അംബേദ്കറോടാണ് എന്ന് പറയുവാൻ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. തീർച്ചയായും തൊഴിലാളി ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ ഉള്ള തൊഴിലാളി സമൂഹത്തിന്, എല്ലാ തൊഴിലാളികൾക്കും, തൊഴിലെടുക്കുന്നവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട്, അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഭീം, ജയ് ഭാരത്.